എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടി. ഒരു ഘട്ടത്തിലും പേടിക്കരുത്, മനസ്സിനെ പറഞ്ഞു പിടിപ്പിച്ചു. ധൈര്യത്തോടെ ചികിത്സയ്ക്ക് വിധേയനായി. ഇപ്പോഴിതാ രോഗം മാറി, പഴയ ആരോഗ്യത്തിലേക്ക് മടങ്ങുന്നു. ക്യാൻസറിനെ തോൽപ്പിച്ച ചിരിയുമായി നടൻ മണിയമ്പിള്ള രാജു പറഞ്ഞതാണ്. ഏത് രോഗമായാലും പേടിച്ചാൽ പോയി. മഹാരോഗത്തെ പടിയിറക്കിയതിന്റെ ആത്മവിശ്വാസമാണ് മണിയമ്പിള്ള രാജുവിന്റെ മുഖത്ത് കണ്ടത്. 6 മാസം മുമ്പായിരുന്നു അത്. ചെവിവേദന, തലവേദന, 12 തവണ ENT ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിച്ചു. പല്ലിന്റെ കുഴപ്പമാണെന്ന് കരുതി ചികിത്സിച്ചു. വേദന മാറുന്നില്ല. ഒരു ഡോക്ടർ പറഞ്ഞു MRI സ്കാൻ ചെയ്യണമെന്ന്. ആദ്യം മടിച്ചു. പിന്നീട് അത് ചെയ്തപ്പോഴാണ് രോഗം വ്യക്തമായത്. തൊണ്ടയിൽ 2 ഇടത്തായിരുന്നു രോഗബാധയുണ്ടായത്. ഒരു സർജറി, 2 കീമോ, 30 റേഡിയേഷൻ. രോഗം മാറി. 3 മാസമായി. ഇപ്പോൾ എരിവ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. സർജറി ഉൾപ്പെടെ വേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ പരിശോധനാ ഫലങ്ങൾ അമേരിക്കയിലുള്ള സുഹൃത്തുക്കളായ ഡോക്ടർമാർക്ക് ഉൾപ്പെടെ അയച്ചു കൊടുത്തു. അവരും പറഞ്ഞു സർജറിയും റേഡിയേഷനും ഒക്കെ വേണമെന്ന്. രോഗം മാറും. ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു ആയുർവേദമാണ് നല്ലത്, ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട് എന്നൊക്കെ. ഞാൻ വഴങ്ങിയില്ല. അലോപ്പതി ചികിത്സ തുടർന്നു. രോഗമുക്തിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. ഞാനിപ്പോൾ വീണ്ടും TV പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അടുപ്പക്കാരുടെ വിവാഹത്തിനടക്കം പോകുന്നു. അതൊക്കെ കാണുമ്പോഴാണ് ചിലർ എനിക്കെന്തോ മഹാരോഗമാണ്, ഞാനിതാ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലൊക്കെ കഥകൾ മെനഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്. ക്യാൻസർ ചികിത്സയ്ക്കൊടുവിൽ മെലിയും, ശബ്ദത്തിൽ വ്യത്യാസം വരും. ആ കുറവുകളൊക്കെ പരിഹരിക്കാവുന്നത് മാത്രമാണെന്നും മണിയമ്പിള്ള രാജു പറഞ്ഞു. മോഹൻലാലിനൊപ്പം അഭിനയിച്ച തുടരും അതാണ് പുറത്തിറങ്ങാനിരിക്കുന്ന മണിയമ്പിള്ള രാജുവിന്റെ പുതിയ ചിത്രം. അതൊരു ഗംഭീര ചിത്രമായിരിക്കുമെന്നാണ് മണിയമ്പിള്ള രാജുവിന്റെ കമന്റ്. മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ നിർമ്മിക്കാനും പ്ലാനുണ്ടെന്ന് മണിയമ്പിള്ള രാജു ആഗ്രഹം പറഞ്ഞു.